നമ്മൾ ബീറ്റയ്ക്ക് ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട് നമ്മളെല്ലാ ബീറ്റേനെയും ഇവിടെ ഒരുമിച്ച് പല പല ഇതിനകത്തായിട്ട് നമ്മൾ തിരിച്ചിട്ടേക്കാണ്. അവരെല്ലാവരും ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഹീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ ഹീറ്ററിൽ ഇവരെല്ലാവരും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള സ്ഥലമുള്ള കാരണം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഷ്രിമ്പിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം, നല്ല റെഡ് ഷ്രിമ്പ് ഇതിനകത്ത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ കുറച്ച് ഷ്രിമ്പിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നല്ല മണലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മണൽ ഷ്രിമ്പിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്തുള്ള മിക്ക ഷ്രിമ്പും നിറച്ച് കുഞ്ഞുങ്ങളായിട്ടാണ് നടക്കുന്നത്. അതാണ് ഈ ഒരു ഷ്രിമ്പിനെ നോക്കിയാൽ കാണാം. അതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ വയറ്റിൽ നിറച്ചൊക്കെയുണ്ട്. അതുപോലെ ഇതിനകത്ത് നിറച്ചുണ്ട് ഷ്രിമ്പുകൾ ഇവിടെ എല്ലാം. നമ്മൾ ഇതേപോലെ തന്നെ ഇതിനകത്ത് വേറെ പ്ലാന്റ് ഇല്ല. ഇതിനകത്ത് അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട ഗപ്പി ഗ്രാസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷ്രിമ്പുണ്ട്, സ്നെയിലുണ്ട്, അങ്ങനത്തെ എല്ലാവരും ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും ബീറ്റ ടാങ്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് 5 ഗാലൺ ടാങ്കിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് കിടക്കുന്ന 7 ബീറ്റ കിടപ്പുണ്ട്. അത് 2 മെയിലും 5 ഫീമെയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ടാങ്ക് വയ്ക്കാനുള്ള സ്ഥലം വേണം. അപ്പോൾ നമ്മൾ അതിനെളുപ്പമായിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഒറ്റ ടാങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ 18-20 ലിറ്ററിൻ്റെ ബേസനാണ്, വലിയ ബേസൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും എണ്ണത്തിന് നമ്മൾ ഒരുമിച്ച് വളർത്തുകയാണ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഷ്രിമ്പാണെങ്കിലും വളരെ ഹെൽത്തിയാണ്, നല്ല കളറുള്ള ഷ്രിമ്പാണ്. എല്ലാവരും നല്ല ഹെൽത്തിയാണ്. ഓക്കെ.